എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ വാഗേരി എന്ന സ്ഥലത്താണ്. നമ്മളോടൊപ്പം ഉള്ളത് ഷാഹിനേത്ത. നമസ്കാരം എത്ത. നമസ്കാരം. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങ് വന്നേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പച്ചക്കറി കൃഷി. അപ്പോൾ നമ്മുടെ വിഷരഹിത പച്ചക്കറി കൃഷി, ആഹാര രീതി, ഇതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, അതായത് ജൈവ മാലിന്യങ്ങൾ, പച്ചക്കറിയോ അല്ലെങ്കിൽ ചോറ് ഇങ്ങനെയൊക്കെയുള്ള ജൈവമായിട്ടുള്ള ഇതെല്ലാം കൂടെ വളമാക്കി മാറ്റിയാണ് ഇത്ത ഇവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഒരു അടുത്തൊരു അധ്യായമാണ്. നമസ്കാരം ഇത്ത. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ടും വന്നത് ഇത്തയുടെ ഒരു വെറൈറ്റി കൃഷി രീതിയൊക്കെ മനസ്സിലാക്കി അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൽ എന്തൊക്കെ പച്ചക്കറി കൃഷിയാണുള്ളത്? തക്കാളി ഉണ്ട്, ചീര ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കേബേജ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുറച്ചൊക്കെ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ കീടനിയന്ത്രണങ്ങളൊക്കെ ഈ ഒരു പച്ചക്കറി കൃഷിക്ക് ചെയ്യുന്നത്? അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ, പിന്നെ ബൊക്കാശി ടീയും എടുത്തിട്ട് ഇതിനെ തളിച്ചു കൊടുത്തിട്ടാണ് വളമാക്കി മാറ്റി തക്കാളിക്കും ചീരക്കും എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ കൃഷിയായത്. ഓക്കെ. ഈ ബൊക്കാഷി ടീ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തേ? പൊക്കാശി ജൈവം, പിന്നെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം കൂടി പൊക്കാശി ബക്കറ്റിലിട്ട് അത് വെള്ളം പൊക്കാശി ടീ ആയി വന്ന് അത് എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് പിന്നെ ഇതിലൊഴിച്ച് തളിച്ച് കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കൃഷിയൊക്കെ ഒന്ന് നടന്നു കണ്ടാലോ? കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് വെക്കുന്നത് തക്കാളിയൊക്കെയാണ്, നല്ല രീതിയിൽ കായ്ച്ചു വെക്കുന്ന തക്കാളി. അപ്പോൾ ഇതിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷി, കീട നിയന്ത്രണം, അതെല്ലാം ഇതൊക്കെ പൊക്കാശീറ്റിയിലെ വെള്ളം പിന്നെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് തളിച്ചു കൊടുത്തതാണ്, വേറൊരു ഇത് ഇതിൽ ചേർത്തില്ല. അപ്പോൾ നമുക്ക് ഒരു വിഷരഹിതം എന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം നമുക്ക് തന്നെയാണ്. ഓക്കെ. നല്ല ഉഷാറിൽ കായ്ക്കുകയും ചെയ്ത്, ഒരു തക്കാളിക്ക് ഒരു കേടോ അങ്ങനെ യാതൊന്നുമില്ല. ഇത് കാണുമ്പോൾ അറിയാതെ ഉണ്ടോ, നല്ല ബ്രാഞ്ചസിലൊക്കെയുള്ള നമ്പർ അല്ലേ. പിന്നെ വേറെ എന്ത് കൃഷിയാണുള്ളത്? ഇപ്പോൾ കേബേജ് ഉണ്ട്, ചീര ഉണ്ട്, തക്കാളിയൊക്കെ പറിച്ചെടുത്ത് ചെടികളുണ്ട്. ഇതെല്ലാത്തിനും അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കാപ്പിക്കുരു കൃഷിയുണ്ടല്ലേ? അതിന് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അതിന് തളിച്ചു കൊടുക്കുമോ? അപ്പോൾ ഇത് നമ്മൾ കാണുവാണെങ്കിൽ ഇതുണ്ട് ചീര, അതുപോലെ തന്നെ ക്യാബേജ്, ചീര. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബീട്രൂട്ട് കൃഷി കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഇതുപോലെ കാപ്പിക്കുരു ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് കുരുമുളക്. പിന്നെ ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുതിന ഉണ്ട്, നട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്. അപ്പം ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ പയറൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പൂച്ചെടികളൊക്കെ എങ്ങനെയുണ്ട്? അതിനും കൊടുക്കാറുണ്ടോ? അതിനും അത് തന്നെ. അതുകൊണ്ടാണ് അതുപോലെ നല്ല ഫ്ലവറിങ് ഉണ്ടല്ലേ? പിന്നെ ഇത് നമ്മുടെ അതിന് കഴിഞ്ഞ കൊല്ലം വരെ കായില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ ആ വെള്ളം ഒഴിച്ചപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് പൂച്ചെടികളുടെ നല്ല ഫ്ലവറിങ് ആണ്. പിന്നെ നമ്മുടെ ബൊക്കാഷി ബക്കറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവിധ കൃഷികളും നമ്മളിവിടെ അവലംബിച്ചിട്ടുണ്ടല്ലേ? അടുക്കളയിലെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതിലിടുക, പിന്നെ എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം മൂടി വെക്കണം. എന്നിട്ട് ഇതിൽ കൂടി അതിൻ്റെ ടീ വരും. ആ വെള്ളം വരും അല്ലേ? 1 ലിറ്ററിന് 1 മില്ലി വെച്ചിട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നേർപ്പിച്ചെടുക്കണം. ഓക്കെ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ മറ്റൊരു തോട്ടത്തിൻ്റെ സെക്ഷനല്ലേ ഇത്? ഇവിടെയൊക്കെ നമ്മൾ ചെടിച്ചട്ടിക്കകത്തല്ലേ? ഇവിടെ എന്തൊക്കെയുണ്ട്? ക്യാബേജ് ഉണ്ട്, നല്ല ഉഷാറില് നല്ല ഫ്രഷ് ടീയും അതിന്റെ വളവും ചേർത്താണ് നട്ടുകൊടുത്തത്. നല്ല പച്ചമുളകിൻ്റെ ഇതുണ്ടല്ലേ? നല്ല ഉഷാറിലുണ്ടാകുന്നുണ്ട്. പച്ചമുളകായാലും കേബേജ് ആയാലും പിന്നെ വൈദ്യനക തൈയൊക്കെ ഇപ്പം വെച്ചതാണ്. നല്ല ഉഷാറിലാണ്. വെള്ളം ഒഴിച്ചാൽ പിന്നെ അതിൻ്റെ വളം ചേർന്നാൽ പിന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇത്തയുടെ പറമ്പിലൊരു ചേനയാണ് പറിച്ചു നോക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൈസ്
അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനൊക്കെ പൊക്കാശീറ്റി ഒഴിച്ച് കൊടുത്തിനു. ആ, ഇത് നട്ടപ്പോൾ തന്നെ കൊടുത്തു അതോ എത്ര മാസം ഇത് നട്ട്? കുറച്ച് കഴിഞ്ഞേരം നടുമ്പോൾ അതിൻ്റെ വളം ഇട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞേരം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചേനയുടെ സൈസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി ഇത്താ, ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും നല്ല അറിവുകളൊക്കെ പറഞ്ഞു തന്നതിൽ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വർഷവും നമുക്ക് വീണ്ടും കാണാം, നല്ല ഇതിലും നല്ല കൃഷിയായിട്ട് വരും. ഓക്കെ ഓക്കെ.